ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ഒരു ഗ്രാമപഞ്ചായത്താണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ വലിയ കൂറുമാറ്റം കൊണ്ട് പ്രശസ്തമായ ഒരു പഞ്ചായത്താണ്. ഏതായാലും അതിന്റെ ടൗൺ വാർഡ് വലിയ പോരാട്ടമാണ് നടന്നത്. ടൗൺ വാർഡിൽ വിജയകുമാർ മത്സരിച്ച് 12 വോട്ടിനാണ് വിജയിച്ചത്. എങ്ങനെയുണ്ട് വിജയം മൂന്നാർ ടൗണിലെ വാർഡിലെ വോട്ടർമാർക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് UDF ഇത്രയും ഉന്നതമായ വിജയത്തിലേക്ക് മൂന്നാർ പഞ്ചായത്ത് വീണ്ടും കഴിഞ്ഞ 20 വർഷക്കാലമായി 15 വർഷക്കാലം കഴിഞ്ഞ് 20ാമത്തെ വർഷത്തിലേക്ക് UDF കൈകളിൽ എത്തിച്ച ഈ പഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാർക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ കടപ്പാടുകളുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം അതിനെ തുറങ്കം വയ്ക്കാൻ വേണ്ടി പല ആളുകളെ കുതിരക്കച്ചവടം നടത്തി കൊണ്ടുപോയവർക്ക് എതിരെ നൽകിയ വിധിയായിട്ടാണ് ഇതിനെ കാണുന്നത്. മാത്രമല്ല ഈ വിധി ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മൂന്നാറിൽ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചുവടുവയ്പായിട്ട് ഈ വിജയത്തിനെ ഞങ്ങൾ കാണുന്നു. വീണ്ടും ഒരിക്കൽ കൂടി വോട്ട് ചെയ്ത ഞങ്ങളെ വിജയിപ്പിച്ച ഞങ്ങളെ അർപ്പിച്ച ഞങ്ങളുടെ നേതാക്കന്മാർ ശ്രീ ബഹുമാനായ ശ്രീ AK മണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന മുഴുവൻ വോട്ടർമാർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഏതായാലും ഈ അവസാന ലാപ്പ് വരെ ഒരു 12 വോട്ടിന് അപ്പൊ വലിയ രീതിയിലുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ 12 വോട്ടിനാണ് വിജയിച്ചത്. വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു അല്ലേ? എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒരു റിബൽ ഉണ്ടായിരുന്നു. ആ റിബലിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പറയുന്നില്ല. കാര്യം അവർ ആ സഹോദരി ആരോ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മത്സരിപ്പിച്ചതാണ്. അവർ സ്വമേധയാ പോയി നിന്നതല്ല. അവരെ 15 വർഷക്കാലം UDF സംരക്ഷിച്ചു. 15 വർഷക്കാലം 3 തവണ സീറ്റുകൾ നൽകി, 2 തവണ ജയിപ്പിച്ചു, 1 തവണ തോറ്റു. പാർട്ടിയിൽ ഈ ജനറൽ സീറ്റ് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ജനറൽ പുരുഷന് കൊടുക്കണമെന്ന് പാർട്ടി തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ ചില ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയി അത് അവർക്ക് അറിയാതെ ചെയ്ത തെറ്റാണ്. ആ തെറ്റ് ഞങ്ങൾ തെറ്റായിട്ട് കുറ്റമായിട്ട് കാണുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ടൗൺ വാർഡ് തീർച്ചയായും കഴിഞ്ഞ 15 വർഷക്കാലം പോലെ തന്നെ 20ാമത്തെ വർഷത്തിലേക്കും 4ാമത്തെ തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എത്ര റിബലുകളെ കൊണ്ട് LDF മറ്റുള്ളവർ ശ്രമിച്ചാൽ പോലും മൂന്നാർ ടൗൺ പോലെയുള്ള വാർഡുകൾ UDF കൈകളിലാ എന്നുള്ളത് ഇന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എത്ര വോട്ടിനാണ് 80 വോട്ടാ സാർ. 75 വോട്ടും പിന്നെ പോസ്റ്റൽ വോട്ട് 5 കൂടി 80 വോട്ടാ. ടെൻഷൻ ഉണ്ടായിരുന്നോ? കുറച്ച് ടെൻഷൻ ഇല്ല. ഉറപ്പ് വിജയിപ്പിക്കുന്ന ഉറപ്പുണ്ടായിരുന്നേ. ടെൻഷനുമില്ല സാറേ. എന്താണ് ഇനിയിപ്പോ ഈ നാട്ടിലേക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഉറപ്പായിട്ട് എല്ലാവർക്കും അരസാംഗത്തിൽ നിന്ന് വരக்கூடிய സലുകകൾ എല്ലാവർക്കും ഏൽപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് പറയുന്നു. പിന്നെ വാക്കളിത്ത എല്ലാ വാക്കാളർക്കും നന്ദിയുണ്ട്. പിന്നെ എൻ്റെ കൂടെ പണിയെടുത്ത എല്ലാവർക്കും എന്നെ കടപ്പാടുണ്ട്. അത് എന്നെനിക്ക് മറക്കില്ല. വാക്കാളർക്ക് എന്നും നന്ദിയോട് നല്ല വികസനം ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഏതായാലും മൂന്നാർ ടൗൺ വാർഡും മൂന്നാർ ഗ്രാമപഞ്ചായത്തെല്ലാം കീഴടക്കിയ സന്തോഷത്തിലാണ് UDF ഉള്ളത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.